ചെറുപുഴയിൽ ഓട്ടോറിക്ഷ തീവച്ച് നശിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പോലീസ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് INTUC ഓട്ടോ തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇരുട്ടിന്റെ മറവിൽ ഓട്ടോറിക്ഷ തീവച്ച് നശിപ്പിച്ചത് വഴി ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗമാണ് ഇല്ലാണ്ടാക്കിയത്. ഈ സംഭവത്തിൽ INTUC ഓട്ടോ തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് AP നാരായണൻ പറഞ്ഞു. ബിനോയുടെ വണ്ടി ഇന്നലെ രാത്രി സുമാർ 1 മണിക്ക് 1:15 മണിക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സംഘത്തിൽ എത്ര ആളുകളുണ്ടെന്ന് അറിയില്ല. പെട്രോളോ ഡീസലോ ചുമണിയോ ഏതായാലും ഒഴിച്ച് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ഒരു തൊഴിലാളിയുടെ തൊഴിലുപകരണം എന്നുള്ള നിലയിൽ ഇത് എന്തിൻ്റെ പേരിലായാലും ഏത് തരത്തിലുള്ള ശത്രുതയുടെ പേരിലായാലും ഇത്തരം നടപടികൾ ചെയ്തുകൂടാത്തതാണ്. ഇത് പൈശാചികമാണ്. വളരെ മോശപ്പെട്ട ഒരു നിലപാടാണ്. ഈ പ്രതികളെ പോലീസ് അന്വേഷണം നടത്തി പിടിക്കുക തന്നെ വേണം. കാരണം ഇത് ഇനിയും ആവർത്തിച്ചുകൂടായില്ല. കാരണം ഇതൊന്നും ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇതിനെതിരായി INTUC ജില്ലാ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ചെറുപുഴയിലെ ഒരു സഹപ്രവർത്തകനാണ് ബിനോയ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി വരെ സ്റ്റാൻഡിൽ ഞങ്ങൾ ഒന്നിച്ച് ഓട്ടോറിക്ഷ ഓടിക്കുകയും അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇന്ന് വെളുപ്പിനാണ് അറിയുന്നത്. ഇന്നലെ രാത്രിയിൽ 1 മണി 1:30 സമയത്ത് ഇത് ഏതോ സാമൂഹിക വിരുദ്ധർ വന്ന് കത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പെട്രോളിൻ്റെ കുപ്പിയും അതുപോലെ തന്നെ ഉപയോഗിച്ച തീപ്പെട്ടി അതുപോലെ അങ്ങനെയുള്ള ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ ഈ പരിസരത്ത് നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശക്തമായ രീതിയിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് ചെറുപുഴ INTUCക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരാൻ വേണ്ടിയിട്ടുള്ള നടപടി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും നമ്മൾ ആവശ്യപ്പെടുന്നു. യൂണിയൻ നേതാക്കന്മാരായ ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് കാനായി, VR സുജിത്, PP ബാലകൃഷ്ണൻ, മോഹനൻ തട്ടുമ്മൽ, തമ്പാൻ പെരിങ്ങേത്ത്, അനീഷ് ആന്റണി, P മനീഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു.